So yesterday you have stopped here, right? So we had derived a particular equation for that SFE, that is then equation h1 plus c1 square by 2 plus h1g plus q equal to h2 plus c2 square by 2 plus h2g step. ഇതൊരു SFE ഡെറിവേഷൻ മാത്രം അപ്ലൈ ചെയ്യുന്ന പ്രോബ്ലം ഇക്വേഷൻ ആണ്. അതായത് ഫോർ എ ജനറൽ പർപ്പസ് SFE ഇക്വേഷൻ. ഓക്കെ, ഓരോ കണ്ടീഷനിലും ഓരോ മാറ്റം ഇക്വേഷൻ വരുന്നുണ്ട്. സോ ഇറ്റ്സ് എ ടോട്ടൽ എനർജി ബാലൻസ് എന്ന് പറയും. എനർജി ബാലൻസ് ഇക്വേഷൻ ഫോർ ഓർ SFE സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അതാണിത്. സോ ആഫ്റ്റർ മാസ് ഫ്ലോ മാസ് ബാലൻസിന് ഇക്വേഷൻ മതിയായിരുന്നു. ദാറ്റ് ഈസ് M equal to AC by V. V is specific volume. So applications of SFE ആണ് ചെയ്തിട്ടുള്ളത്, റൈറ്റ്? സോ SFE ഫോർ വാട്ടർ ടർബൈൻ. ടർബൈൻ്റെ കേസ് പറഞ്ഞു. ടർബൈൻസ് എന്തൊക്കെയാണ് സീറോ എന്നത്? Z equal to 0, Q equal to 0, eta equal to 0 എന്ന കണ്ടീഷൻ ഒന്നും എടുക്കണ്ട, അത് വാല്യൂ 0 ആണ്. നമുക്ക് നോക്കാം. ആഫ്റ്റർ ഇക്വേഷൻ ഈസ് ഇൻ ദ ഫോം P1V plus C1 square by 2 plus Z1G equal to P2V plus C2 square by 2 plus W. ഓക്കെ, നമ്മൾ പ്രോബ്ലമൊക്കെ വരുമ്പോഴല്ലേ, പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ഈക്വൽ ടു അതിൻ്റെ വാല്യൂസ് കൊടുത്ത് ചെയ്യുന്നില്ല. നമുക്ക് കാണേണ്ടതൊന്നെങ്കിൽ Q ആയിരിക്കാം, W ആയിരിക്കാം, പവർ ആയിരിക്കാം. പവർ കാണാനും നമുക്ക് വർക്ക് ഡൺ ആണ് കാണേണ്ടത്, W ആണ് കാണേണ്ടത്. സോ പവർ ആയിരിക്കും കാണേണ്ടി വരിക, പവർ ഓഫ് എ ടർബൈൻ, പവർ ഓഫ് എ കംപ്രസർ, ഓർ യു വാണ്ട് ടു ഫൈൻഡ് ടോട്ടൽ ഹീറ്റ് എനർജി റിലീസ്, ഹീറ്റ് റിജക്റ്റഡ്, Q ആയിരിക്കും കാണേണ്ടി വരിക, റൈറ്റ്? അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും കാണേണ്ടി വരിക. സോ നമ്മൾ അത് ഇക്വേഷൻ ആക്കുകയാണ് ചെയ്യുക. സോ ഈ ഇക്വേഷൻ ഒന്ന് നമ്മൾ എന്തായാലും ചെയ്യാം, ഇക്വേഷന് Q ഈക്വൽ ടു നോക്കി മാറ്റും. ഓക്കെ, അപ്പോൾ Q ഈക്വൽ ടു നോക്കി മാറ്റുമ്പോൾ എന്താ, ഈ ലെഫ്റ്റ് ടേം ഒക്കെ അപ്പുറത്തേക്ക് പോകും, ഈ ഭാഗത്തെ ടേം ഒക്കെ ഇങ്ങോട്ടേക്ക് പോകും. അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, അതൊക്കെ ഒരുമിച്ചതും എച്ച് വരുന്ന കാര്യങ്ങൾക്ക് ഒരുമിച്ചതും C1 വരുന്ന കാര്യങ്ങൾക്ക് ഒരുമിച്ചതും Z വരുന്ന കാര്യങ്ങൾക്ക് ഒരുമിച്ചതും. അപ്പോൾ ഇക്വേഷൻ എന്താവും, Q ഈക്വൽ ടു നോക്കുമ്പോൾ H2 മൈനസ് H1 പ്ലസ് C2 സ്ക്വയർ മൈനസ് C1 സ്ക്വയർ ബൈ 2 പ്ലസ് Z2 മൈനസ് Z1 ഇൻറ്റു G പ്ലസ് W. അങ്ങനെയാവും അല്ലേ? അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പ്രോബ്ലത്തിലേക്ക് വരും. ഓക്കെ, പ്രോബ്ലത്തിലേക്ക് വരുന്നതിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് പോവാം. ദാറ്റ് ഈസ് സെക്കൻഡ് വൺ ഈസ്, ഫസ്റ്റ് വൺ വാസ് വാട്ടർ ടർബൈൻ അല്ലേ? വാട്ടർ ടർബൈൻ, വാട്ടർ ഉപയോഗിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടർബൈൻ വാട്ടർ ടർബൈൻ. സെക്കൻഡ് വൺ ഈസ് സ്റ്റീം ടർബൈൻ, സ്റ്റീം ഓർ ഗ്യാസ് ടർബൈൻ. സ്റ്റീം ഓർ ഗ്യാസ് ടർബൈൻ ക്വസ്റ്റ്യൻ മാത്രം എഴുതിയിട്ട് നമുക്ക് പോവാം. ഓക്കെ, സ്റ്റീം ഓർ ഗ്യാസ് ടർബൈൻ, സ്റ്റീം ഓർ ഗ്യാസ് ടർബൈൻ, സ്റ്റീം ഓർ ഗ്യാസ് ടർബൈൻ. സ്റ്റീം ഗ്യാസ് ടർബൈൻ്റെ പ്രത്യേകത എന്താണ്? വാട്ടർ ഫ്ലോ ചെയ്യുന്ന പോലെ ഒരു ബ്ലേഡ് വെച്ചിട്ടൊന്നും സ്റ്റീം വെച്ച് ഫ്ലോ ചെയ്യാൻ പറ്റും. സ്റ്റീം എന്താണ്? വേപ്പേഴ്സ് ആണ് അല്ലേ? വേപ്പർ, ഹൈ ടെമ്പറേച്ചർ ആയിട്ടുള്ള സ്റ്റീമാണ് നമ്മൾ അകത്തേക്ക് കടത്തി വിടുന്നുണ്ടാവുക. സോ സ്റ്റീം ഒരിക്കലും നമുക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു ബ്ലേഡ് റൊട്ടേറ്റ് ചെയ്ത് കറക്കാനൊന്നും പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ സ്റ്റീം ടർബൈൻ്റെ ഫിഗർ എന്തായിരിക്കും? ഫിഗർ മനസ്സിലാക്കിയാൽ മതി, വരക്കണമെങ്കിൽ വരക്കാം. അതായത് ഇതായിരിക്കും ടർബൈൻ, ടർബൈൻ്റെ കേസ്. സോ gas or steam is coming from here and after some energy from a steam energy, steam എന്നൊരു കുറച്ച് എനർജി എടുത്തിട്ട് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പെർട്ടിക്കുലർ ടർബൈൻ കറക്കും. ടർബൈൻ കറക്കിയിട്ട് അതിൻ്റെ എനർജി ഷാഫ്റ്റ് വഴി വന്ന് ജനറേറ്റർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിസിറ്റി, ഷാഫ്റ്റ് റൊട്ടേറ്റിംഗ് പെർട്ടിക്കുലർ ചെയ്യുന്നു. സോ ഇവിടെ എന്ത് ചെയ്യുന്നു? ഗ്യാസ് ഈസ് എൻറ്ററിങ് ഹിയർ, ഗ്യാസ് or steam from a high pressure temperature is entering here. Thereafter, after some processing, the gas or turbine ഒരു വേറെ ഭാഗത്തുകൂടി it is leaving. Okay, it is leaving. ഇതാണ് ടർബൈൻ്റെ കേസ്. ഓക്കെ, സോ ഹിയർ എവിടെയാണ് ഇത് വരിക? ആക്സിസ് വരിക. ഇതാണ് ആക്സിസ് അല്ലേ? ആക്സിസ്, this is axis. So it is taken as datum. So here Z2 0 അല്ല, there is no Z2 is not equal to 0. സോ എന്തായിരിക്കും? വാട്ടർ വരുന്ന ഹൈറ്റ് എത്രയാണോ ആ ഹൈറ്റ് അത് Z1 ആണ്. അതല്ല, ഈ വരുന്ന സ്റ്റീം വരുന്ന ഹൈറ്റ് Z1 ആണ്. Z2 പോകുന്നത് Z2 ആണ്, പുറത്തേക്ക് പോകുന്നത് Z2. ഓക്കെ, സോ ഇതൊരു കൃത്യമായ ആക്സിലേക്ക് എടുക്കുന്നതുകൊണ്ട്, പെർട്ടിക്കുലർ ആക്സിസ്, വി ആർ ടേക്കിംഗ് ഇറ്റ് ഇസ് എൻ ആക്സിസ്, ഒരു ആക്സിലേക്ക് എടുക്കുന്നതുകൊണ്ട് ഈ പെർട്ടിക്കുലർ ഫിഗറിന് സിമെട്രിക് ആയിരിക്കും അപ്പുറം അല്ലേ, ഈ ആക്സിസ്. സോ Z2 എത്ര ഹൈറ്റ് എന്നാണോ Z1 വരുന്നത് അത്രയും ഹൈറ്റ് താഴെ നിൽക്കും Z2 പോകുന്നത്, റൈറ്റ്? സോ Z1 ഈക്വൽ ടു Z2. ഹിയർ കണ്ടീഷൻ ഈക്വൽ ടു Z1 ഈക്വൽ ടു Z2. കണ്ടീഷൻസ് എന്തൊക്കെയാണ്? Z1 ഈക്വൽ ടു Z2 എന്ന കണ്ടീഷനാണ് മെയിൻ ആയിട്ടുള്ളത്. Z1 ഈക്വൽ ടു Z2 ഓർ ഡെൽറ്റ Z ഈക്വൽ ടു 0. ഡെൽറ്റ Z ഈക്വൽ ടു 0. ടർബൈൻ്റെ കേസ്, ഫോർ ഗ്യാസ് ടർബൈൻ്റെ കേസ്, വാട്ടർ ടർബൈൻ അല്ല, സോറി, ദിസ് അഗൈൻസ് ഫോർ ഗ്യാസ് ടർബൈൻ. സോ ഹിയർ പെർട്ടിക്കുലർ ആക്സിസിന്റെ സെൻട്രൽ ലൈൻ ആക്സിസ് ആണ് വരിക. സോ ദർ ഈസ് എ Z1 അപ്പർ പാർട്ട് ആൻഡ് Z2 ലോവർ പാർട്ട്. Z1 ഈക്വൽ ടു Z2, അപ്പോൾ ഡെൽറ്റ Z ഈക്വൽ ടു 0. ദ പെർട്ടിക്കുലർ ഇക്വേഷൻ എന്താവും? നമ്മുടെ ജനറൽ ഇക്വേഷൻ എന്താവും?
ഇക്വേഷൻ H1 plus C1 square by 2 നോക്കിയാണ്. നമ്മൾ ഈ കേസിൽ പ്രഷർ വോളിയം സെയിം ആണെന്നുള്ള നമ്മൾ ഈ കണ്ടീഷനിൽ നമ്മൾ H എടുക്കാതെ P1 V1 plus U1 എന്ന ഇക്വേഷൻ എടുത്തത്. ഓക്കെ, ഇവിടെ അങ്ങനെയൊന്നുമില്ല, എല്ലാ കണ്ടീഷനും ഉണ്ട്. അതിൽ സെഡ് മാത്രമേ 0 ആവുന്നുള്ളൂ. ഓൺലി സെഡ് വാല്യൂ ഈസ് 0. സെഡ് വാല്യൂ 0 ആവുന്നുണ്ടോ? സെഡ് വാല്യൂ 0 ആവുന്നില്ല. ആ ഇക്വേഷൻ സെഡ് എന്നുള്ള ടേം നമുക്ക് ഒഴിവാക്കാന്നുള്ളൂ. Z1 ഇൻറ്റു ജി ആണല്ലോ. Z1 ഇൻറ്റു ജി ആണ് ഇടത് ഭാഗത്തുള്ളത്. Z2 ഇൻറ്റു ജി ആണ് റൈറ്റ് സൈഡിലുള്ളത്. Z1 ഈക്വൽ Z2 ആകുമ്പോൾ എന്താ? G ഈക്വൽ ടു ജി ആണല്ലോ. G ഇസ് 9.81, ഗ്രാവിറ്റേഷൻ വാല്യൂ 9.81. അപ്പോൾ Z1 ഈക്വൽ ടു Z2 ആകുമ്പോൾ ദാറ്റ് ക്വാണ്ടിറ്റി വിൽ ബി സെയിം. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ രണ്ട് വാല്യൂ സെയിം ആവും. സോ വി ക്യാൻ cut the values of Z-ന്റെ particular portion നമുക്ക് ക്യാൻസൽ ചെയ്യാം. So after equation become, the particular equation becomes now H1 plus G term equal to 0. So H1 plus C1 square by 2 minus Q, എന്താണ് മൈനസ് എന്ന് പറയാം, മൈനസ് Q ഈക്വൽ ടു H2 plus C2 square by 2 plus W. ഇതാണ് the case of gas turbine. H1 plus C1 square by 2. What is H1? U1 plus P1 V1 അല്ലേ? H1 plus C1 square by 2. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചിലപ്പം എൻതാൽപ്പി വാല്യൂ തന്നെ തരും. പിയും ബി ഒന്നും ചെയ്യേണ്ട, ദ എൻതാൽപ്പി വാല്യൂ ഓഫ് എൻറ്ററിങ് തരും. H1 വാല്യൂ H1 plus C1 square by 2 minus Q equal to H2 minus. Here Q equal to negative because heat is rejected. ഹീറ്റ് റിജക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീറ്റ് ഉള്ള ഒരു സാധനമാണ് അകത്തേക്ക് വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടീഷനിൽ തൊട്ട് മുകളിൽ ചെയ്ത ടർബൈനിൽ Q is equal to 0 ആണ് എടുത്തത് അല്ലേ? അത് വാട്ടർ ആയതുകൊണ്ട്. സോ ഹിയർ Q ഈക്വൽ നോട്ട് ഈക്വൽ 0 ബിക്കോസ് എന്താണ്? ടെമ്പറേച്ചർ ഉള്ള സ്റ്റീമാണ് വരുന്നത്, ഒരു വേപ്പറാണ് വരുന്നത്. അതിന് ടെമ്പറേച്ചർ ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടിയിട്ടാണ്, വെള്ളത്തിൽ നിന്ന് ടെമ്പറേച്ചർ കൂടിയിട്ടാണ് വേപ്പർ ആകുന്നത്. സോ വേപ്പർ ടെമ്പറേച്ചറാണ് വരുന്നത്. സോ ദർ ഇസ് എ Q വാല്യൂ ദർ. ബട്ട് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ടർബൈൻ ഗ്യാസ് Q പുറത്തോട്ടേക്കാണ് പോവുക. ഗ്യാസ് ഈസ് ലീവിങ്. ടെമ്പറേച്ചർ അകത്തേക്ക് വരുന്നുണ്ട്, അത് പുറത്തേക്ക് പോയിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞ ഗ്യാസ് ആയിട്ടാണ് പുറത്തേക്ക് തള്ളുക. ഓക്കെ, പ്രഷറും ടെമ്പറേച്ചർ കുറഞ്ഞാണ് പുറത്തേക്ക് പോവുക. സോ Q is negative, heat is rejected because heat is rejected. W is positive because work is done by the system, right? Work done by the system. This is the equation for a steam turbine. Okay. Next case, third case is centrifugal pump, water pump. Centrifugal water pump. അല്ലെങ്കിൽ പമ്പ് തന്നെ എടുക്കാം. സോ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എ പമ്പ്? പമ്പ് ഉപയോഗിക്കുന്നത് വെള്ളം തള്ളാനാണ് അല്ലേ? പമ്പ് അല്ലെങ്കിൽ മോട്ടർ നമ്മൾ എടുക്കാം. കിണറിനകത്തേക്ക് പമ്പ് വെച്ച് മോട്ടർ പുറത്തേക്ക് എടുക്കുന്നു വിചാരിക്കാം. സോ ഒരു ലോവർ ഹൈറ്റിലുള്ള വെള്ളത്തിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പ് ഉപയോഗിക്കുന്നത് അല്ലേ? ഒരു ലോവർ റേഞ്ചിലുള്ള ഒരു ഫ്ലൂയിഡിനെ പമ്പ് വെച്ചിട്ട് എടുത്ത് വെള്ളം എടുത്തിട്ട് ടു എ പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പമ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ പമ്പിന്റെ കേസിൽ എടുക്കുന്ന ഫിഗർ നമുക്ക് വരക്കാം. ഒരു മോട്ടർ ഉണ്ടാവും, മോട്ടർ ഉപയോഗിച്ചാണ് പമ്പ് വർക്ക് ചെയ്യിക്കുന്നത് അല്ലേ? അപ്പം വർക്ക് ഡൺ ടു സിസ്റ്റം ആണ്. മോട്ടർ ഉപയോഗിച്ച് പമ്പ് വർക്ക് ചെയ്യിക്കും. ഒരു പമ്പിന്റെ കേസിൽ ഒരു പമ്പാണെന്ന് എക്സ്യൂം ചെയ്യാം. പമ്പ്. സോ പമ്പ് എന്ത് ചെയ്യുന്നു? പമ്പ് ഈസ് അടിയിൽ നിന്നൊരു വെള്ളത്തിനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? മുകളിൽ കൊടുക്കുന്നു. മുകളിൽ ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ ആ ടാങ്കിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ടാങ്കിലേക്ക് കൊടുക്കുന്നു. സോ ഇറ്റ് ഈസ് ടേക്കിംഗ് വാട്ടർ ഫ്രം എ പെർട്ടിക്കുലർ ഹൈറ്റ് ത്രൂ ദ പമ്പ് ആൻഡ് ഗിവിംഗ് ദ വർക്ക് ഔട്ട്പുട്ട് ടു എ പെർട്ടിക്കുലർ ഹൈറ്റ്. ഓക്കെ, അവിടെ എന്താവും? Z1 താഴെ, Z2 എക്സ് കണ്ടീഷൻ, Z2 മോൾ. റൈറ്റ്, വർക്ക് ഈസ് ഡൺ ടു ദ സിസ്റ്റം. വർക്ക് മോട്ടർ ഒന്ന് സിസ്റ്റത്തിലേക്കാണ് കൊടുക്കുന്നത്. സോ വർക്ക് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? ഇവിടെ എന്തൊക്കെയാണ് സീറോ ഉണ്ടാവുക? ഇവിടെ എന്തൊക്കെയായിട്ട് സീറോ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് Q ഈക്വൽ ടു 0, ഹീറ്റ് ഈക്വൽ ടു 0. ഹീറ്റ്, വെള്ളത്തിന് ഹീറ്റ് ഉണ്ടാവുന്നില്ല. ഇൻലെറ്റ് കണ്ടീഷനിൽ Q ഉണ്ടാവുന്നില്ല അല്ലേ? കാരണം വെള്ളമാണ് എടുക്കുന്നത്, സ്റ്റീം ഒന്നുമല്ല, വെള്ളം എടുക്കുന്നത്. ടെമ്പറേച്ചർ വി ക്യാൻ നെഗ്ലക്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. സോ വി ക്യാൻ ടേക്ക് Q ഈക്വൽ ടു 0 ആൻഡ് Q 0 ആവുമ്പോൾ തന്നെ നോ ഇന്റേണൽ എനർജി ഉണ്ടാവുന്നില്ല. സോ ഡെൽറ്റ U ഈക്വൽ ടു 0. U2 മൈനസ് U2 ഈക്വൽ ടു U1. U2 ഈക്വൽ ടു U1 ആണ്. U2 ഈക്വൽ ടു U1, ഡെൽറ്റ U ഈക്വൽ ടു ദർ ഇസ് നോ ഇന്റേണൽ എനർജി, ദർ ഇസ് നോ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവുന്നില്ല. ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാവാത്തതുകൊണ്ട് തന്നെ ദർ ഇസ് നോ internal energy change. So U2 equal to U1. Q equal to 0 and U2 equal to U1. There is no temperature. First condition at the there is no temperature difference. There is no temperature difference in here.
സോ വോളിയം കുറയുന്നില്ല. താഴെ നിന്നൊരു വെള്ളം എത്രയാണ് എടുക്കുന്നത് അത് തന്നെയാണ് മുകളിലേക്ക് കൊടുക്കുന്നത് അല്ലേ. എത്ര വോളിയാണ് എടുക്കുന്നത് അത്രയും വോളിയാണ് മുകളിലേക്ക് കൊടുക്കുന്നത്. സോ V1 ഈക്വൽ ടു V2, V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V, V1 ഈക്വൽ ടു V2 ഈക്വൽ ടു V, സെയിം വോളിയം V1 ഈക്വൽ ടു V2 ഈക്വൽ ടു. സോ ദ ഇക്വേഷൻ ബിക്കംസ്, our equation become H എന്ന് എഴുതാൻ പാടില്ല, കാരണം U പ്ലസ് PV ആക്കി എടുക്കണം, കാരണം U ഈക്വൽ ടു 0 ആണ്. സോ P1 V1 എന്ന ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സോ V1 ഈക്വൽ ടു V ആണ്. സോ P1V പ്ലസ് Z1G പ്ലസ് C1 സ്ക്വയർ ബൈ 2 ഈക്വൽ ടു P2V പ്ലസ് Z2G പ്ലസ് C2 സ്ക്വയർ ബൈ 2 മൈനസ് W. ഓക്കെ, വർക്ക് ഡൺ ഈസ് ദ വർക്ക് ഡൺ നടക്കുന്നുണ്ട്, കാരണം മോട്ടർ ഒന്നും പമ്പിലേക്ക് വർക്ക് കൊടുത്താൽ മാത്രമേ പമ്പ് വർക്ക് ചെയ്തിട്ട് വെള്ളം എടുക്കുള്ളൂ. സോ വർക്ക് ഡൺ ടു ദ സിസ്റ്റം is known by the system to the system. So W is negative. Work done to system അല്ലേ, എന്താണെന്ന് റെഡി നോട്ട് ചെയ്താൽ. സോ ദാറ്റ് ഈസ് എ കേസ് കണ്ടീഷൻ ഓഫ് പമ്പ്. ഓക്കെ, പമ്പിന്റെ കണ്ടീഷൻ അതാണ്. സോ ഫോർത്ത് കണ്ടീഷൻ ഈസ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. സെൻട്രിഫ്യൂഗൽ കംപ്രസർ എല്ലാ ഇക്വേഷൻ നമുക്ക് എഴുതി വെക്കാം, കാരണം ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ചോദിക്കുന്നത് പറയാൻ പറ്റില്ല. സോ സെൻട്രിഫ്യൂഗൽ കംപ്രസർ, വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ കംപ്രസർ? കംപ്രസറിന്റെ ഫംഗ്ഷൻ ഞാൻ കഴിഞ്ഞത് പറഞ്ഞു. കംപ്രസർ ഈസ് യൂസ് ടു കംപ്രസ് ദ ഫ്ലൂയിഡ്. ഒരു കാര്യം കൂടി പറയാം, വെൻ വി ആർ സേയിങ് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ്. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ലിക്വിഡ് അല്ല. ഓക്കെ, അത് ആദ്യം മനസ്സിലുണ്ടാവുക. വെൻ ഐ ആം സേയിങ് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ്, ഓക്കെ, വെൻ ഐ ആം സേയിങ് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ്, ഡോണ്ട് കൺസിഡർ ഇറ്റ് ഇസ് എ ലിക്വിഡ്. ലിക്വിഡ് ആണ് കൺസിഡർ ചെയ്തത്. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം, ഗ്യാസും ആവാം. ഓക്കെ, ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആവാം, ഗ്യാസും ആവാം. ഈ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ അതൊരു വാട്ടറോ ലിക്വിഡോ ആവുന്നുള്ളൂ. ഓക്കെ, വെദർ ഐ എം സേയിങ് ഇറ്റ് ഇസ് എ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാസും ആവാം. ഓക്കെ, ദെൻ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. കംപ്രസർ ഉപയോഗിക്കുന്നത് എന്താണ്? കംപ്രസർ ഈസ് യൂസ് ടു കംപ്രസ് ദ ഫ്ലൂയിഡ് അല്ലേ, വെദർ ഇറ്റ് ഇസ് എ ലിക്വിഡ്, വെദർ ഇറ്റ് ഇസ് എ ഗ്യാസ്. അധികം കണ്ടീഷൻ ഗ്യാസ് ആണ് എടുക്കുക. സോ ഇറ്റ് ഈസ് യൂസ് ടു കംപ്രസ് ദ ഗ്യാസ്, കംപ്രസ് ദ ഫ്ലൂയിഡ്. വണ്ടിക്കൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി നമ്മൾ കംപ്രസർ ഉപയോഗിച്ചിട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്, പെയിന്റ് അടിക്കുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങൾക്കും കംപ്രസർ ഉപയോഗിക്കും. കംപ്രസർ ഈസ് യൂസ് ടു കംപ്രസ് ദ ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ അതിന്റെ പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ഹൈ ഫ്ലോയിലേക്ക് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കംപ്രസർ ഉപയോഗിക്കുന്നത് അല്ലേ. സാധാരണ മേഘം കംപ്രസർ ഉപയോഗിച്ചാൽ പെട്ടെന്ന് സ്പീഡ് അടിക്കാൻ പറ്റുന്നത്. കംപ്രസർ ഈസ് യൂസ് ടു കംപ്രസ് ദ എയർ ആൻഡ് സപ്ലൈ ദ സെയിം എമൗണ്ട് അറ്റ് മോഡറേറ്റ് പ്രഷർ ആൻഡ് ലാർജ് ക്വാണ്ടിറ്റി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ഫ്ലോ നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നത്. സോ കംപ്രസർ, അതിലും കംപ്രസറിന്റെ ഷേപ്പ് നമ്മൾ ടർബൈൻ്റെ പറഞ്ഞ പോലെയാണ്. ദാറ്റ് ഈസ് മോട്ടോർ ഈസ് ദർ. മോട്ടോർ ഉപയോഗിച്ചിട്ട് കംപ്രസർ വർക്ക് ചെയ്യുന്നു. കംപ്രസർ എയർ അകത്തേക്ക് വരുന്നു, ഇവിടുന്ന് കംപ്രസർ എയർ ഇൻ, കംപ്രഷൻ നടക്കുന്നു. Thereafter air is going out. Okay, air is coming in, air is going out. Z1 equal to Z2 implies delta Z equal to 0. Okay, Z1 equal to Z2, delta equal to 0. Z1 equal to Z2, delta equal to 0. So Z term we cancel ചെയ്യുന്നു. Then we can write the equation as H1 plus C1 square by 2. Okay, H1 plus C1 square 2 minus Q equal to H2 plus C2 square by 2 minus W. So Q and W is negative. എന്തുകൊണ്ടാണ് Q and negative വന്നത്? Q is negative. Heat is lost from a system. Heat പുറത്തേക്ക് കളയാണ്, പ്രഷർ കൂടുകയാണ്, ഹീറ്റ് പുറത്തേക്ക് കളയാണ്. ഓക്കെ, heat is releasing. Heat is rejecting from the surface. Heat പുറത്തോട്ടേക്കാണ് പോകുന്നത്. So heat is rejected. So Q is negative. W എന്താണ് നെഗറ്റീവ് ആവാൻ? മോട്ടോർ ഉപയോഗിച്ചാണ് കംപ്രസർ വർക്ക് ചെയ്യുന്നത്. സോ ഈ വർക്ക് ഡൺ ഈസ് ടു ദ സിസ്റ്റം. സോ Q is negative. Okay, this is a particular equation for a centrifugal compressor. So next one is reciprocating compressor കൂടി ഉണ്ട്. Reciprocating compressor ഈ ഫിഗർ അല്ല, ചെറിയൊരു മാറ്റം. റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. സെൻട്രിഫ്യൂഗൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് സെൻട്രിഫ്യൂഗൽ? സെൻട്രിഫ്യൂഗൽ മീൻസ് ഒരു
റേഡിയലായിട്ട് അകത്തുള്ള ഒരു വെയിൻസ് ഒക്കെ വട്ടത്തിലാണ് അകത്തുനിന്ന് കറക്കിയിട്ട് പുറത്തോട്ടേക്ക് എടുക്കുന്നത്. ഇങ്ങനെ കറക്കിയിട്ട് പുറത്തോട്ടേക്ക് കറക്കി അടിക്കുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. കറക്കി എടുക്കുന്നത് സെൻറ്ററിൽ നിന്ന് പുറത്തോട്ടേക്ക് റേഡിയലായിട്ട് പുറത്തേക്ക് വരുന്നതാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ ഒക്കെ പോലെ റെസിപ്രോക്കേറ്റ് മുകളിൽ നിന്നായിട്ട് പോകുന്നതാണ് റെസിപ്രോക്കേറ്റ്. ടു ആൻഡ് ഫ്രോ താഴോട്ടേക്ക് മുകളിലേക്ക് പോകുന്നതാണ്, അല്ലെങ്കിൽ സൈഡ് ടു ലെഫ്റ്റ് റൈറ്റ് ആവുന്നതാണ്. ദാറ്റ് ഈസ് റെസിപ്രോക്കേറ്റ് എന്ന് പറഞ്ഞ ടേം. സെൻട്രിഫ്യൂഗൽ എന്ന് പറയുമ്പോൾ ഒരു സർക്കിളിന്റെ സെന്ററിൽ നിന്ന് പുറത്തോട്ടേക്ക് റേഡിയലായിട്ട് കറങ്ങി പുറത്തോട്ടേക്ക് വരുന്നതാണ്. ഒരു മോട്ടറിന്റെ ഒക്കെ കേസ് അതാണ് റെസിപ്രോക്കേറ്റിംഗ്, സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത്. സോ ഇൻ ദ കേസ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിൽ ഇതിന്റെ മെയിൻ ക്വസ്റ്റൻ പറഞ്ഞാൽ ഡെൽറ്റ പി ഈക്വൽ ടു 0, പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു 0, കൈനറ്റിക് എനർജി ഈക്വൽ ടു 0. It is not zero അല്ല, but it can be taken as negligible as compared to other energy. വേറെ എനർജി ഉണ്ടല്ലോ, അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് ഇസ് എ സ്മോൾ വാല്യൂ, വെരി സ്മോൾ വാല്യൂ. സോ വി ക്യാൻ നെഗ്ലക്ട് ഓർ ടേക്ക് ഇറ്റ് എസ് എ നെഗ്ലിജിബിൾ ടേം. അങ്ങനെയാണ് വി ആർ ടേക്കിംഗ് ഡെൽറ്റ പി ഈക്വൽ ടു 0, ഡെൽറ്റ കെ ഈക്വൽ ടു 0. Okay, delta P equal to 0, that is Z term will be 0 and C1, C2 term will be 0. Okay, so we can write the equation as H1 minus Q equal to H2 minus W. ബാക്കിയൊക്കെ സെയിം തന്നെ, കാരണം നെഗറ്റീവ് Q it is rejecting from compressor ഔട്ട് ആക്കാം. നെഗറ്റീവ് W എന്തായാലും കംപ്രസർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടർ ഉപയോഗിക്കണം. സോ വർക്ക് ഇസ് ഡൺ ടു സിസ്റ്റം, വർക്ക് ഈസ് നെഗറ്റീവ്, H1 equal to H2. ഈ ഇക്വേഷൻ കയറുന്നതിൻ്റെ അപ്ലിക്കേഷൻ എന്താണെന്നറിയോ? ഫോർ എക്സാമ്പിൾ, എന്താണ് നിങ്ങൾ ഇതൊക്കെ എഴുതുന്നത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ദ ക്വസ്റ്റ്യൻ ഈസ് ആസ്കിംഗ് ലൈക്ക് ദാറ്റ്, ഫൈൻഡ് എ വർക്ക് ഡൺ to a reciprocating compressor. Find a work done to a reciprocating compressor where something 240 kilojoule per kilogram of heat is jetting from the particular compressor. The initial entry enthalpy value is 420 kilojoule per kilogram and the exit enthalpy will be അങ്ങനെ വരും. സോ നേരിട്ട് നമുക്ക് കൊടുത്തിട്ട് നമുക്ക് വർക്ക് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ എന്തിനെ ബേസ് ആയിട്ടാണ്, ഏത് മെറ്റീരിയലിനും ഏത് പ്രോസസ്സിനും ഏത് പെർട്ടിക്കുലർ ഡിവൈസിനെ ബേസിലാണ് ചോദിക്കുന്നത് വെച്ചാൽ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണം. സോ സിക്സ്ത് വൺ ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഇത് ബോയിലർ ഈസ് യൂസ് ടു, ബോയിലർ എന്നാണ് വെള്ളം തിളപ്പിച്ചിട്ട് സ്റ്റീം എടുക്കാം അല്ലേ. വി ആർ ഹീറ്റിംഗ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് വാട്ടർ ആൻഡ് വി ആർ ടേക്കിംഗ് വേപ്പർ ഔട്ട്സൈഡ്. അതാണ് ബോയിലർ ഉപയോഗിക്കുന്നത്. ബോയിലർ വെള്ളം തിളപ്പിക്കുന്ന എക്സാമ്പിൾ. ഓക്കെ, ബോയിലർ ഹിയർ ദ കേസ് ഓഫ് ബോയിലർ W work done equal to 0. Work done equal to 0. ഒരു പെർട്ടിക്കുലർ ഡാറ്റ ഉണ്ടാവും. സോ Z equal to 0 means Z1 equal to 0, Z1 equal to 0, Z1 equal to Z2. Z1 equal to Z2 here. So delta Z equal to 0. Okay, delta Z equal to 0 and potential energy equal to kinetic energy equal to 0. Kinetic energy is 0, potential energy equal to 0. Same condition then. Sorry. Delta PE equal to 0. Delta KE equal to 0. And work done is also equal to 0. Work done is not happening. വർക്ക് നടക്കുന്നുമില്ല, വർക്ക് എബ്സോർബ് ചെയ്യുന്നുമില്ല. നമ്മൾ വർക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വർക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് ബോയിലറിന്റെ കേസ് എടുക്കുന്നത് എക്സാമ്പിൾ. ഓക്കെ, സോ ദ ഇക്വേഷൻ വിൽ ബി H1 plus Q equal to H2. H1 plus Q equal to H2. Heat is not rejecting, ഹീറ്റ് അബ്സോർബ് ചെയ്യണം അല്ലേ. വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഇറ്റ് ഈസ് നോട്ട് റിജക്റ്റിംഗ്. വെള്ളം ചൂട് വലിച്ചെടുത്തിട്ടാണ് ഗ്യാസ് ആയി മാറുന്നത്. സോ there is no work done here. So small equation is H1 plus Q equal to H2. What is H1 plus P? Okay. Seventh condition is condenser. Condenser is used to reduce the temperature of the particular gas, a vapor, to form liquid. ഗ്യാസ് ലിക്വിഡായി മാറുന്ന കണ്ടീഷനാണ് വി ക്യാൻ കോൾ കണ്ടൻസർ. കണ്ടൻസർ ഉപയോഗിക്കുന്നത് ടു കൺവേർട്ട് ഗ്യാസ് ടു ലിക്വിഡ്. തിരിച്ച് ബോയിലറിന് നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടൻസർ. തണുപ്പിച്ചിട്ട് കൺവേർട്ട് വേപ്പർ ഇൻ ടു എ ലിക്വിഡായി മാറുന്ന സംഭവമാണ് കണ്ടൻസർ. ഹിയർ ഓൾസോ ഡെൽറ്റ KE ഈക്വൽ ടു 0, ഡെൽറ്റ PE ഈക്വൽ ടു 0. Delta KE equal to 0, delta P equal to 0 and W is also 0. W equal to 0. So the equation പറഞ്ഞാൽ
H1 minus Q equal to H2. Just opposite. I said just opposite to the boiler. അവിടെ എന്താണ് ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് ലിക്വിഡ് ഗ്യാസ് ആയിട്ട് മാറുന്നത്. ഹിയർ ഹീറ്റ് റിലീസ് ചെയ്തിട്ട് ഇതിന്റെ വേപ്പറിന് ഹീറ്റ് റിലീസ് ചെയ്തിട്ടാണ് ഇതെന്തായി മാറുന്നത്, ലിക്വിഡായി മാറുന്നത്. ഓക്കെ, സോ ഹീറ്റ് ഈസ് റിലീസിങ്, സോ Q ഈസ് നെഗറ്റീവ്. Okay. Eighth one is evaporator. Evaporator is a term used in a refrigerating unit. Refrigerating unit തണുപ്പിക്കുന്ന ഭാഗമാണ് evaporator. Okay, here evaporator ഉപയോഗിക്കുന്നത്, there is a refrigerating unit is taken. ഒരു ഫിഗർ വരയ്ക്കുകയാണെങ്കിൽ it is a particular, take it as a system. The system ആയി കൺസിഡർ ചെയ്യണം. And thereafter it is ഒരു പൈപ്പ് ഉണ്ട്. There is a pipe here. Pipe is here, and it is here. Refrigerant liquid in, refrigerant liquid in, refrigerant liquid in, refrigerant liquid out. So we are keeping a particular pipe on top. നല്ല ഷേപ്പുള്ള പൈപ്പാണ് ഞാൻ വരച്ചപ്പിങ്ങാണ്. So refrigerant liquid is getting inside to a particular pipe of evaporator. Evaporator is keeping at a particular hot fluid in the case like kondakkana. Hot condition നടക്കുന്ന സ്ഥലത്തേക്ക് evaporator കൊണ്ടുവച്ച് കഴിഞ്ഞാൽ refrigerant is cold refrigerant is circulating through the pipe. Okay, cold refrigerant is circulating through the pipe, and അത് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള ചൂടൊക്കെ refrigerant വലിച്ചെടുക്കും. And refrigerant is absorbing the heat from the outside surface. Surroundings നിന്ന് ഇതിനകത്തേക്ക് ഹീറ്റ് വലിച്ചെടുക്കും. പുറത്തുള്ള സിസ്റ്റത്തിലുള്ള ചൂട് വലിച്ചെടുത്തിട്ട് റെഫ്രിജറന്റ് വേപ്പേഴ്സ് ആയിട്ട് പുറത്തേക്ക് പോകും. റെഫ്രിജറന്റ് വേപ്പർ ആയിട്ട് പുറത്തേക്ക് പോകും. റെഫ്രിജറന്റ് പുറത്തേക്ക് വരുമ്പോൾ റെഫ്രിജറന്റ് ലിക്വിഡ് അല്ലെങ്കിൽ വേപ്പേഴ്സ് ആയിട്ട് പുറത്തേക്ക് വരും. ആൻഡ് thereafter surroundings liquid will be റിജക്റ്റിംഗ്. അത് ഹീറ്റ് കുറയും, ചുറ്റുമുള്ളതിന് ടെമ്പറേച്ചർ കുറയും. പക്ഷേ റെഫ്രിജറന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫ്രിഡ്ജിനകത്ത് ഉപയോഗിക്കുന്നതാണ്. ഈ പർട്ടിക്കുലർ ഇവാപ്പറേറ്റർ is used inside a refrigerator. അങ്ങനെ ഇവാപ്പറേറ്റർ ആണ് നിങ്ങൾ റെഫ്രിജറേഷന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടാണ് വിചാരിക്കുന്നു. അത് അടുത്ത സെമസ്റ്ററിൽ മുന്നുള്ള സെമസ്റ്ററിലാണ് വരാൻ പോകുന്നത്. റെഫ്രിജറേഷൻ, എയർ കണ്ടീഷൻ എന്നുള്ളൊരു പർട്ടിക്കുലർ പേപ്പർ തന്നെ പഠിക്കാറുണ്ട്. RAC 7th സെമസ്റ്ററിലാണ് തോന്നുന്നു RAC. സോ അവിടെ പഠിക്കും നിങ്ങൾ വാട്ട് ഈസ് റെഫ്രിജറേഷൻ. റെഫ്രിജറേഷൻ നടക്കുന്നത് എന്താണ്? റെഫ്രിജറേഷൻ മീൻസ് എന്താണ്? ഇവാപ്പറേറ്റർ, കംപ്രസർ, എക്സ്പാൻഷൻ വാൾവ് ആൻഡ് എ കംപ്രസർ. ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ ആൻഡ് എക്സ്പാൻഷൻ വാൾവ്. ഈ 4 സിസ്റ്റമാണ് ഒരു റെഫ്രിജറേഷൻ യൂണിറ്റ് ഉള്ളത്. സോ ഇവാപ്പറേറ്ററിലാണ് ആദ്യം വെള്ളം കടത്തുന്നത്. അവിടുന്ന് തണുപ്പിച്ചിട്ട് പുറത്തോട്ടേക്ക് വേപ്പേഴ്സ് വിടും. വേപ്പറീസ് കംപ്രസറിലേക്ക് പോകും. ദെറാഫ്റ്റർ കംപ്രസറിന് അത് ആ വേപ്പർ അബ്സോർബ് ചെയ്തിട്ട് കംപ്രസറിന് മാക്സിമം പ്രഷറും ടെമ്പറേച്ചറും കൂട്ടിയിട്ട് കണ്ടൻസറിലേക്ക് വിടും. കണ്ടൻസറിന് അത് പുറത്തോട്ടേക്ക് ഈ ഇത് മാത്രം ലിക്വിഡാക്കി മാറ്റിയിട്ട് ടെമ്പറേച്ചർ കുറക്കാതെ പ്രഷർ കുറച്ചിട്ട് ലിക്വിഡാക്കി പുറത്തേക്ക് വരും കണ്ടൻസറിന്. എന്നിട്ട് അവിടുന്ന് എക്സ്പാൻഷൻ വാൾവ് വഴി പിന്നെയും സർക്കുലേറ്റ് ചെയ്ത് എക്സ്പാൻഷൻ ആവുന്ന ടെമ്പറേച്ചറും പ്രഷറും റെഡ്യൂസ് ചെയ്തിട്ട് കണ്ടൻസറിന് പ്രഷർ കുറയുന്നില്ല, കണ്ടൻസറിന് ടെമ്പറേച്ചർ മാത്രം കുറഞ്ഞിട്ട് അതൊരു ഇതിലേക്ക് പുറത്തേക്ക് വരും. സോ ദെറാഫ്റ്റർ എക്സ്പാൻഷൻ വാൾവ് പുറത്തേക്ക് എത്തുമ്പോൾ ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ഇതായിട്ട് തിരിച്ചാദ്യവും ഫ്ലൂയിഡായിട്ട് ഇവാപ്പറേറ്ററിലേക്ക് വരും. ഇവാപ്പറേറ്റർ ഒന്ന് പിന്നെയും അത് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ വാൾവ്, ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ അങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. ആ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവാപ്പറേറ്റർ നിന്നാണ് തണുത്ത എയർ പുറത്തോട്ടേക്ക് വരുന്നത്. ഓക്കെ, ഈ സിസ്റ്റം ഇവാപ്പറേറ്റർ നിന്നാണ് തണുത്ത എയർ പോകുന്നത്. അതാണ് AC ഫ്രിഡ്ജ് തുറന്ന ഉള്ളിൽ നിന്ന് തണുത്ത കാറ്റ് വരുന്നത്. ഇവാപ്പറേറ്ററാണ് തണുപ്പിക്കുന്നത്. ഓക്കെ, ഈ 4 കണ്ടീഷനാണ് ഒരു ഫ്രിഡ്ജിൻ്റെ അകത്ത് നടക്കുന്നത്. ഇവാപ്പറേറ്റർ, കംപ്രസർ, കണ്ടൻസർ ആൻഡ് എക്സ്പാൻഷൻ വാൾവ്. ഇവാപ്പറേറ്ററിൻ്റെ അകത്തേക്ക് വെള്ളം വരുന്നു, അത് ചെയ്തിട്ട് ലിക്വിഡ് വേപ്പേഴ്സ് ആയിട്ട് പുറത്തേക്ക് കംപ്രസറിലേക്ക് പോകുന്നു. കംപ്രസർ ഇറ്റ് ഇൻടു എ ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ വേപ്പർ ആൻഡ് ഇറ്റ് പാസസ് ടു എ കണ്ടൻസർ. കണ്ടൻസറിൽ നിന്ന് ടെമ്പറേച്ചർ കുറയുന്നില്ല, പ്രഷർ റെഡ്യൂസ് ചെയ്തിട്ട് വെള്ളമായിട്ട് പുറത്തേക്ക് വരുന്നു. ആൻഡ് ദെറാഫ്റ്റർ എക്സ്പാൻഷൻ വാൾവ് അകത്ത് വഴി ടെമ്പറേച്ചറും കൂടി റെഡ്യൂസ് ചെയ്ത് ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ ലിക്വിഡായിട്ട് പിന്നെ ഇവാപ്പറേറ്ററിലേക്ക് വരുന്നു. നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ഈ നമ്മൾ പഠിച്ച എല്ലാ ടെക്നിക്കുകളും, ബോയിലർ ഇല്ല, കംപ്രസർ, കണ്ടൻസർ, ഇവാപ്പറേറ്റർ, ദീസ് ആർ ഓൾ യൂസ് ഇൻ എ റിഫ്രിജറേഷൻ യൂണിറ്റ്. റിഫ്രിജറേഷൻ യൂണിറ്റ് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഇത് മുഴുവൻ. ഓക്കെ, അപ്പോൾ ഇവാപ്പറേറ്റർ ഇതാണ് നടക്കുന്നത്. സോ ഇവാപ്പറേറ്റർ ഫോർ എ കണ്ടീഷൻ ഇവാപ്പറേറ്റർ അഗെയിൻ delta PE and delta KE equal to 0. Delta PE equal to 0. Delta KE equal to 0. Okay, work done is also 0. No work is absorbed or no work is released. Work done equal to 0. Simply circulating. So we can apply the same equation
മുകളിലത്തെ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ദാറ്റ് ഈസ് H1 plus Q equal to H2. Like boiler ഉപയോഗിക്കുക H1 plus Q equal to H2. Evaporator H1 plus Q equal to H2. Okay. Q എന്താണ്? Q അകത്തേക്ക് എടുക്കുന്നത്. Q പുറത്തേക്ക് തള്ളുകയല്ല, സറൗണ്ടിങ്സ് ലിക്വിഡ് Q അകത്തേക്ക് എടുക്കണം. സോ Q is positive. Right. So last one. The last one is nozzle. Is a very important one. Very important one. It is nozzle. Nozzle. നിങ്ങളെ ലാബിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. നോസിൽ പെഞ്ചുരിമീറ്റർ ആൻഡ് നോസിൽ ആണെങ്കിൽ ചെയ്യാം. നോസിൽ മീറ്റർ പെഞ്ചുരിമീറ്റർ ആണ് എക്സ്പ്ലെയിൻ ഉള്ളത്. ലാസ്റ്റ് ഞാൻ തന്ന എക്സ്പ്ലെയിൻ ബി പാർട്ടിന് രണ്ടാമത്തെ തന്നിട്ടുണ്ട്. അത് തന്നത് ഇറ്റ് ഈസ് വെഞ്ചുരിമീറ്റർ അല്ലേ. വെഞ്ചുരിമീറ്ററും നോസിൽ മീറ്ററും പഠിക്കാനുള്ളത്. സോ വെഞ്ചുരിമീറ്റർ നോസിലും പഠിക്കാനുണ്ട്. സോ നോസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോസിൽ എന്ന് പറഞ്ഞാൽ നമ്മളെ പൈപ്പിൻ്റെ ഒക്കെ സ്പീഡിൽ ഫോഴ്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷേപ്പിൽ വരുന്നില്ലേ. വെള്ളം വന്ന് അറ്റത്ത് ചെറിയ ഹോളായി വന്ന് മുകളിൽ വന്ന് പൊട്ടും ഹൈ സ്പീഡിലേക്ക് വെള്ളം പുറത്തേക്ക് ഈ പൈപ്പിലൊക്കെ വരുന്നു, ഹോസിലൊക്കെ വരുന്നു. സോ ഇറ്റ് ഇസ് എ നോസിൽ. സോ നോർമലി യൂസ്ഡ് നോസിൽ ഈസ് എ കൺവേർജന്റ് ഡൈവേർജന്റ് നോസിൽ. ഈസ് എ കൺവേർജന്റ് ടൈപ്പ് അല്ലേ. ചെറുതായി വരുന്നതാണ് കൺവേർജന്റ്, വലുതായി പോകുന്നതാണ് ഡൈവേർജന്റ്. സോ നോർമലി യൂസ്ഡ് നോസിൽ ഈസ് എ കൺവേർജന്റ് ഡൈവേർജന്റ് ടൈപ്പ് ഓഫ് നോസിൽ ആർ മെയിൻലി യൂസ്ഡ്. Convergent divergent. Okay, convergent divergent part of nozzle is mainly used. It is a convergent part here, convergent part, divergent part. Okay, convergent part, divergent part nozzle is mainly used. Here also delta PE equal to 0. Kinetic energy not equal to 0. എന്തുകൊണ്ടാ? ഫ്ലോ വാട്ടർ ഫ്ലോ ആണ് നടക്കുന്നത്. സോ കൈനറ്റിക് എനർജി ഇവിടുന്ന് ഒരു ഫ്ലോയിൽ വന്ന് ഇവിടുന്ന് കൂടി വന്ന് പിന്നെയും കുറഞ്ഞ് അങ്ങനെ ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഓർ ഇൻക്രീസിങ് പെർട്ടിക്കുലർ കൈനറ്റിക് എനർജി. ഓക്കെ, so kinetic energy not equal to 0. Here potential energy equal to 0, W equal to 0 and Q equal to 0. No heat transfer നടക്കുന്നില്ല. No heat transfer. നോസിൽ വിട്ട വെള്ളം പുറത്തേക്ക് വരുന്ന മാത്രമേ ഉള്ളൂ. No heat transfer happening here. No work transfer happening here. Potential energy equal to 0. Flowing on. So kinetic energy not equal to 0. So we can convert the particular equation, our equation, normal SF equation here as H1 plus C1 square by 2 equal to H2 plus C2 square by 2. Okay, Q equal to 0. No datum head is here. So delta Z equal to 0. No datum head ഒന്നുമില്ല. The flow ആണ് നടക്കുന്നത്. No datum head. Set term equal to 0. മുകളിലുള്ള കണ്ടീഷൻ അങ്ങനെയൊക്കെയാണ്. സെറ്റിന്റെ കണ്ടീഷൻ ഞാൻ പറഞ്ഞില്ല, അതൊക്കെ 0 ആണ്. Delta Z equal to 0 എന്നുള്ള ക്വസ്റ്റൻ മുകളിൽ വരുന്നത്. സോ H1 plus C1 square by 2 equal to H2 plus C2 square by 2. C1 or C2 equal to inlet and exit velocity, inlet velocity, exit velocity. H is equal to inlet enthalpy, exit enthalpy equal to U1 plus P1 V1 or U2 plus P2 V2. Okay, is it clear? Is it clear? ഇങ്ങനെ പറഞ്ഞത് ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് മനസ്സിലാവും. പ്ലീസ് റൈറ്റ് ഡൗൺ എ പ്രോബ്ലം. ഒരു പ്രോബ്ലം ചെയ്ത് നമുക്ക് മനസ്സിലാവും. പ്രോബ്ലം ഈസ് സംതിങ് കൺഫ്യൂസിങ്. പ്രോബ്ലം ഇറ്റ് കൺഫ്യൂസിങ് പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുക. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കില്ല, മനസ്സിലാക്കി നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, കാരണം ഡയറക്റ്റ് ആയിട്ട് QW കാണാനില്ല. ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്, നോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കാണാൻ പറയും. സോ അങ്ങനെ വന്ന് ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ഇൻറ്റു മാസ് ഫ്ലോ റേറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് ആയി. സോ മാസ് ഫ്ലോ റേറ്റ് വിൽ ബി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. സോ ആ ടൈപ്പ് ക്വസ്റ്റൻസ് ആയിരിക്കും ചോദിക്കുക. പ്ലീസ് റൈറ്റ് ഡൗൺ എ സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇൻ എ ഗ്യാസ് ടർബൈൻ യൂണിറ്റ്, it's a question of a gas turbine, right? In a gas turbine unit, the gases flow through the turbine. The gas flow through a turbine. The rate of gas flows through the turbine. Is 15 kilogram per second. Mass flow rate 15 kilogram per second. And the power developed by the turbine is turbine is 12,000 kilowatt. 12,000 kilowatt. Okay.
The enthalpies of gas at inlet and outlet are the enthalpies of gas at inlet and outlet are 1260 kilojoule per kilogram and 400 kilojoule per kilogram 400 kilojoule per kilogram respectively. Okay, and the velocity of gas at inlet and outlet are velocity of gas at inlet and outlet are in the inlet and outlet are 50 meter per second and 110 meter per second. 50 meter per second and 110 110 meter per second 110 meter per second respectively. Calculate first one, the rate at which mass flow rate ആണ് കാണേണ്ടത്. The rate at which heat is rejected to turbine. Heat is rejected from turbine. Second question, the area of inlet pipe given that specific volume at inlet is 0.45 meter cube per kilogram. 0.45 meter cube per kilogram. സ്പെസിഫിക് എന്ന് പറഞ്ഞാൽ പെർ കിലോഗ്രാം ഉള്ള മാസ് 1 ആയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള വോളിയാണ് സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് 45 കിലോഗ്രാം. ഓക്കെ, ഈസ് എ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ റിലേറ്റഡ് ടു ടർബൈൻ ആണല്ലേ. എന്ത് ടർബൈൻ ആണ്? സ്റ്റീം ആൻഡ് ഗ്യാസ് ടർബൈൻ ആണ്. ഓക്കെ, നമുക്കതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ അറിയാം. റൈറ്റ്, ഇക്വേഷൻ അറിയാം. ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് ഗിവൺ ഡാറ്റ എഴുതി വെക്കണം. ഗിവൺ ഡാറ്റ എഴുതി വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പ്രോബ്ലം കണ്ടിന്യൂ ചെയ്യാം. ഗിവൺ ഡാറ്റ എഴുതി വെക്കുക. പ്ലീസ് റൈറ്റ് ഡൗൺ ഗിവൺ ഡാറ്റ സൊല്യൂഷൻ. ഓക്കെ, മാസ് ഫ്ലോ റേറ്റ് തന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നിരിക്കുന്നത് മാസ് ഫ്ലോ റേറ്റ് ഈക്വൽ ടു 15 കിലോഗ്രാം പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ വോളിയം ഓഫ് ഗ്യാസ് അറ്റ് ഇൻലെറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് വന്നത് ഇൻലെറ്റ് കണ്ടീഷൻ എന്ന് എഴുതി വെക്കുക. വോളിയം ഓഫ് ഗ്യാസ് അറ്റ് ഇൻലെറ്റ് സ്പെസിഫിക് വോളിയം എത്രയാണ്? 0.45 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഓക്കെ, തേർഡ് വൺ പവർ ഡെവലപ്ഡ് ആണ് വെച്ചത്. പവർ ഡെവലപ്ഡ് ഇൻ ടർബൈൻ എത്രയാണ്? 12,000 കിലോ വാട്ട് ആണ്. 12,000 കിലോ വാട്ട്. നമ്മൾ എവിടെയെങ്കിലും പവർ അപ്ലൈ ചെയ്യുന്നുണ്ടോ? വി ആർ നോട്ട് അപ്ലൈയിങ് പവർ ഇൻ അവർ പ്രോബ്ലം അല്ലേ. പവർ അപ്ലൈ ചെയ്യുന്നില്ല. സോ വർക്ക് ഡൺ കണ്ടുപിടിക്കാനുള്ള ഒരു ഐഡിയ ആയിട്ടാണ് പവർ കണ്ടുള്ളത്. വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ ഐഡിയ ആണ് പവർ കണ്ടുള്ളത്. സോ വർക്ക് ഡൺ നമുക്ക് ഇതിൽ തന്നെ കണ്ടുപിടിക്കാം ഡയറക്റ്റ് ആയിട്ട്. വർക്ക് ഡൺ ഈക്വൽ ടു പവർ ഡിവൈഡ് ബൈ മാസ് ഫ്ലോ റേറ്റ് ആണ്. പവർ ഡിവൈഡ് ബൈ ഫ്ലോ റേറ്റ്, അതായത് ഈ ഇത്ര ഫ്ലോ റേറ്റിൽ പെടുന്ന പവർ എന്ന് പറയുന്നത്, ഇത്ര ഫ്ലോ റേറ്റിൽ വരുന്ന പവറാണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ പവർ വർക്ക് ഡൺ കെൻ ബി ഫൗണ്ടഡ് ബൈ പവർ ബൈ മാസ് ഫ്ലോ റേറ്റ് ആണ്. അപ്പോൾ 12,000 ഡിവൈഡ് ബൈ 15 ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഫൈൻഡ് വർക്ക് ഡൺ ഡയറക്ട്ലി ബൈ പവർ ഡിവൈഡ് ബൈ ദാറ്റ് പെർട്ടിക്കുലർ വർക്ക് ഡൺ. സോ പവർ ഡിവൈഡ് ബൈ വർക്ക് എന്ന് പറയുമ്പോൾ എന്താ വരിക? പവർ കിലോ വാട്ടിലാണുള്ളത്. ആൻഡ് മാസ് പോയിട്ട് കിലോഗ്രാം പെർ സെക്കൻഡിലാണുള്ളത്. അപ്പോൾ കിലോ വാട്ട് ഡിവൈഡ് ബൈ കിലോഗ്രാം പെർ സെക്കൻഡ് എന്താ വരിക? യൂണിറ്റ് എന്താ വരിക? കിലോ വാട്ട് ഡിവൈഡ് ബൈ കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ
ഇതൊന്ന് ക്യാൻസൽ ആയി പോയിട്ട് കിലോ വാട്ടാണ് ക്യാൻസൽ ആവില്ല. ജൂൾ പെർ സെക്കൻഡ്, വാട്ട് പെർ സെക്കൻഡ് ജൂളാക്കി വരും. ഇക്വേഷൻ ടോട്ടലായിട്ട് കിട്ടുക നമുക്ക് കിലോ ജൂൾ പെർ കിലോഗ്രാം. അതായത് 12,000 15 കഴിഞ്ഞാൽ 800 ആയി. 800 കിലോ ജൂൾ പെർ കിലോഗ്രാമിലേക്ക് കിട്ടും നമ്മുടെ വർക്ക് ഡണിൻ്റെ നോർമൽ യൂണിറ്റ്. കിലോ ജൂൾ പെർ കിലോഗ്രാം വർക്ക് ഡൺ അവർ. സോ എൻതാൽപ്പി ഓഫ് ഗ്യാസ് ഇൻലെറ്റ്, എൻതാൽപ്പി ഓഫ് ഗ്യാസ് ഇൻലെറ്റ് വന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് ഗ്യാസ് ഇൻലെറ്റ് H1 എഴുതി വെക്കുക. H2 സെയിം ബൈ ഔട്ട്ലെറ്റ് H2 എഴുതി വെക്കുക. വെലോസിറ്റി ഓഫ് ഗ്യാസ് ഇൻലെറ്റ് വന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് ഗ്യാസ് എല്ലാം എഴുതി വെക്കണം കേട്ടോ. ഗ്യാസ് ഇൻലെറ്റ് V1 given, V2 given. Okay, please write down the all given data from your question. Okay, thereafter we can arrive our solution by substituting those values in your equation, or we can do the problem in your next class. Okay.